ഉന്നയിച്ചുകൊണ്ടിരിക്കും. ഉമ്മൻചാണ്ടി സർക്കാരത്ത് തിരുവനന്തപുരം മെട്രോയുടെ കരട് രേഖയായി എന്നാണ് അന്ന് പ്രഖ്യാപിച്ചിരുന്നത്. ഈ ഇത്തവണത്തെ ബജറ്റിലും സർക്കാർ പറയുന്നത് കരട് രേഖയായി എന്നാണ്. ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് തിരുവനന്തപുരം മെട്രോയ്ക്ക് വേണ്ടിയിട്ട് ശ്രീകാര്യം വഴി കടന്നു പോകുന്ന മെട്രോയ്ക്ക് വേണ്ടിയിട്ട് 20 കോടി രൂപ അനുവദിച്ച് വകയിരുത്തിയിരുന്നു. ഈ തവണത്തെ ബജറ്റിൽ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീമാൻ വി.ഡി. സതീശൻ അതേ തുക 20 കോടി രൂപ ഈ തവണയും അനുവദിച്ചിട്ടുണ്ട്. ഒറ്റ പൈസ ഇതുവരെ ചെലവാക്കിയിട്ടില്ല. മെട്രോയെ സംബന്ധിച്ചിട്ടുള്ള അന്തിമമായിട്ടുള്ള രൂപരേഖയായിട്ടില്ല. അതിനിടയിലാണ് ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ തിരുവനന്തപുരം ഈ ശ്രീകാര്യത്ത് മെട്രോ എപ്പോ വന്നാലും ശരി ഇവിടെ മെട്രോയുടെ തുടക്കം എന്നുള്ള നിലയിൽ ശ്രീകാര്യം മേൽപ്പാലം അങ്ങനെ ഒരു മേൽപ്പാലത്തിന്റെ പണി തുടങ്ങാനുള്ള തീരുമാനമുണ്ടാകും. 2024 സെപ്റ്റംബറിൽ അന്നത്തെ ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മേൽപ്പാലത്തിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ആ മന്ത്രിസഭ കൈക്കൊണ്ടു. 2025 ജനുവരി മാസത്തിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ ഇവിടെ വലിയ പന്തലൊക്കെ ഇട്ട് നൂറുകണക്കിന് ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് വലിയ ഉത്സവ അന്തരീക്ഷത്തിൽ മുഖ്യമന്ത്രി വന്നിട്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. 2025 ജനുവരിയിൽ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുമ്പോൾ അന്ന് മുഖ്യമന്ത്രി ഇവിടെ നടത്തിയ പ്രഖ്യാപനം 18 മാസങ്ങൾക്കകം ശ്രീകാര്യം മേൽപ്പാലം യാഥാർത്ഥ്യമാകും എന്നായിരുന്നു. 18 മാസം എന്ന് പറഞ്ഞാൽ എന്താ? 2025 ജനുവരി തൊട്ട് 2026 ജൂൺ വരെ. ജൂൺ മാസത്തോടുകൂടി ഈ മേൽപ്പാലം യാഥാർത്ഥ്യമാകുമെന്നാണ് ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തീരുമാനമെടുത്തതായിട്ട് അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത്. 25 ജനുവരി തൊട്ട് മെയ് മാസം 18-ാം തീയതി വരെ ഈ സംസ്ഥാനം ഭരിച്ച സർക്കാർ ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ആ കാലത്ത് ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധി CPM-ന്റെ നേതാവായിരുന്ന ആളാണ്. അദ്ദേഹമാണ് സർക്കാരിന്റെ ഭാഗമായിട്ട് മന്ത്രിയായിരുന്ന ആളാണ്. MLA ആയിരുന്ന 10 വർഷക്കാലമായിട്ട് MLA ആയിട്ടിരിക്കുന്ന ആളാണ്. 18 മാസത്തിൽ 17 മാസക്കാലം സ്വന്തം MLA ഉണ്ടായിട്ട്, സ്വന്തം സർക്കാർ ഉണ്ടായിട്ട് ഈ 18 മാസം കൊണ്ട് ഉണ്ടാകേണ്ട മേൽപ്പാലത്തിന്റെ പണി എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഇന്ന് ശ്രീകാര്യം ഈ പ്രദേശം കാണുന്ന ആളുകൾക്കറിയാം. 18 മാസം കൊണ്ട് പൂർത്തിയാകേണ്ട മേൽപ്പാലത്തിന്റെ സർവീസ് റോഡ് പൂർത്തിയായിട്ടില്ല. നമ്മൾ ഈ ധർണ നടക്കുന്നതിന്റെ ഈ പ്രദേശത്തു കൂടിയാണ് സർവീസ് റോഡ് പോകേണ്ടത്. സർവീസ് റോഡ് പോകാൻ വേണ്ടിയിട്ട് 2 വശത്തും സർവീസ് റോഡ് പണിയാൻ വേണ്ടി ഭൂമി ഏറ്റെടുത്തു. 177 കോടി രൂപ ഈ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ചെലവാക്കി. 2 പ്രദേശത്തുള്ള ആളുകൾക്ക്, വ്യാപാര സ്ഥാപനങ്ങൾ നടത്തിയിരുന്ന കച്ചവടക്കാർക്ക് അവർക്കൊക്കെ വലിയ നഷ്ടമുണ്ടായി. പക്ഷേ അവർക്ക് 177 കോടി രൂപ ഈ പ്രദേശത്ത് ഭൂമി ഏറ്റെടുക്കലിന്റെ ഭാഗമായിട്ട് നൽകാൻ വേണ്ടിയിട്ട് സർക്കാർ വകയിരുത്തിയിരുന്നു. അവർക്ക് ഭൂമി നഷ്ടപ്പെട്ടെങ്കിലും നഷ്ടപരിഹാരം കിട്ടി. പക്ഷെ അവരുടെ വ്യാപാരം മുഴുവൻ തടസ്സപ്പെട്ട് കിടക്കുക. ഇപ്പോഴും അവർക്ക് കഴിഞ്ഞ 18 മാസമായിട്ട് അവരുടെ വ്യാപാരം അവർ നേരത്തെ നടത്തിയിരുന്ന രീതിയിൽ ഇപ്പോഴും നടത്താൻ കഴിയുന്നില്ല. അത് ഈ റോഡിലെ വ്യാപാരികൾക്ക് മാത്രമല്ല,
ഇവിടെ പണി നടക്കുന്നതിന്റെ ഫലമായിട്ട് ഇവിടെ നിന്നുള്ള റോഡിന്റെ ചെമ്പടന്തിയിലേക്കുള്ള റോഡാണെങ്കിലും ആക്കുളത്തേക്കുള്ള റോഡാണെങ്കിലും ഈ രണ്ട് റോഡുകളിലുമുള്ള വ്യാപാരികൾക്കുൾപ്പെടെ ഈ മേൽപ്പാല നിർമ്മാണത്തിന്റെ പേരിൽ ഇവിടെ നടക്കുന്ന മരാമത്ത് പണികളുടെ കാരണം ഈ പ്രദേശത്തെ കച്ചവട സ്ഥാപനങ്ങൾക്ക് മുഴുവൻ വലിയ നഷ്ടമുണ്ടായി. സർക്കാർ പറഞ്ഞു ഞങ്ങൾ 250 കോടി രൂപ ഈ മേൽപ്പാലം പണിയാൻ വേണ്ടിയിട്ട് വകയിരുത്തിയിട്ടുണ്ട്. 177 കോടി രൂപ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞങ്ങള് വകയിരുത്തിയിട്ടുണ്ട്. അതിന് പുറമെ 71 കോടി രൂപ മേൽപ്പാലം പണിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് 250 കോടി രൂപ ഈ സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നു. ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ 250 കോടി രൂപ മാറ്റിവെച്ച് ഇവിടെ 18 മാസങ്ങൾക്കകം ഇവിടെ മേൽപ്പാലം ഉയർന്നു വരും. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചിട്ടുള്ള ചില യോഗങ്ങൾ നടന്നപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് MLA എന്നുള്ള നിലയിൽ ഈ പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനം നിരന്തരമായിട്ട് അതിന്റെ പ്രവൃത്തി വേഗതയിലാക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നിരന്തരമായിട്ട് ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ മേൽപ്പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള രൂപരേഖ പോലും ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല, അന്തിമ രൂപം നൽകിയിട്ടില്ല, അത് വരയ്ക്കാൻ പോലും തുടങ്ങിയിട്ടില്ല. മേൽപ്പാലം എങ്ങനെയാണ്, എവിടെ നിന്ന് എവിടത്തേക്കാണ്, എങ്ങനെയാണ് ഇത് പണിയാൻ പോകുന്നത്, അതിന്റെ ഡ്രോയിങ് ഇതുവരെ ആയിട്ടില്ല. ആ ഡ്രോയിങ് ഞാൻ മനസ്സിലാക്കുന്നത് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടുള്ള ടെൻഡർ, ആ ടെൻഡർ ക്ഷണിക്കാൻ പോലും തുടങ്ങുന്നേ ഉള്ളൂ. ആർക്കൊക്കെ വരച്ചു കൊടുക്കാമെന്നുള്ളതിനെ സംബന്ധിച്ച് ആരെയാണ് ടെൻഡർ ഈ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനം പോലും ഉണ്ടായിട്ടില്ല. 18 മാസക്കാലം കൊണ്ട് മേൽപ്പാലത്തിന്റെ പണി പൂർത്തിയാക്കും എന്ന് പറഞ്ഞ ആളുകൾ, ആ ആളുകൾ 17 മാസക്കാലം അവരുടെ ഭരണമുണ്ടായിട്ട് പോലും മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കല്ല് പോലും ഇടാൻ പറ്റുന്ന തരത്തിൽ മേൽപ്പാലം എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളതിന്റെ രൂപരേഖ പോലും തയ്യാറാക്കാൻ അവർ ശ്രമിച്ചില്ല എന്ന് പറയുമ്പോൾ പണമില്ലാത്തത് കൊണ്ടല്ല. 177 കോടി രൂപ ഈ പ്രദേശത്തെ ഭൂമി ഏറ്റെടുപ്പിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച ആളുകൾ, മാറ്റിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ആളുകൾ 71 കോടി രൂപ മേൽപ്പാലത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകൾ, ആ പണം എങ്ങനെ മേൽപ്പാലം നിർമ്മിച്ചിട്ടാണ് ഇത് പ്രാവർത്തികമാക്കാൻ പോകുന്നത് എന്ന് അവർക്കൊരു ധാരണയുമില്ല എന്നല്ലേ അതിനർത്ഥം. അപ്പൊ ഇത്രയും കാലം നടത്തിയ ഈ പ്രവർത്തനം മുഴുവൻ ജനങ്ങളെ കബളിപ്പിക്കലായിരുന്നില്ലേ? ഇത്രയും ആളുകളെ ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള ഒരു നാടകം കളിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? 2026 തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് വീണ്ടും തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഭരണത്തിൽ വരാൻ വേണ്ടി ഈ പ്രദേശത്തെ പ്രതിനിധീകരിച്ച CPM-ന്റെ ജനപ്രതിനിധിക്ക് വീണ്ടും ഒരിക്കൽ കൂടി ജനങ്ങളുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ മണ്ഡലത്തിൽ വലിയ വികസനമൊക്കെ കാഴ്ചവെച്ചിരിക്കുകയാണ്. 250 കോടി രൂപ ചെലവിട്ടുകൊണ്ട് ഈ ശ്രീകാര്യത്ത് വലിയൊരു മേൽപ്പാലം, ആ മേൽപ്പാലം ഞാൻ പണിയാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച ആളുകൾ ഈ മേൽപ്പാലത്തിന്റെ ഡ്രോയിങ് പോലും പൂർത്തിയാക്കിയിട്ടില്ല, അതിന്റെ പ്രാഥമികമായിട്ടുള്ള ജോലികൾ പോലും തുടങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് ഒരു അതിര് വേണ്ടേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ മേൽപ്പാലം യാഥാർത്ഥ്യമാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ആദ്യപടി എന്നുള്ള നിലയിൽ മേൽപ്പാലത്തിന്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് 2 വശത്തുകൂടിയും യാതൊരു തടസ്സവുമില്ലാതെ വാഹനങ്ങളുടെ ഗതാഗതം നടത്താൻ കഴിയുന്ന വിധത്തിൽ
സർവീസ് റോഡുകൾ ഉണ്ടാകണം. ആ സർവീസ് റോഡുകളുടെ ഒരു വശത്തെ സർവീസ് റോഡ് ഏതാണ്ട് പണി പൂർത്തിയായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സൂചിപ്പിച്ചത് ഈ ആഴ്ച തന്നെ ഒരു വശത്തെ സർവീസ് റോഡ് ഗതാഗത യോഗ്യമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മറുവശത്തെ സർവീസ് റോഡ് ഇപ്പോഴും പണി എവിടെയും പൂർത്തിയായിട്ടില്ല. പണി എവിടെയും പകുതി പോലും ആയിട്ടില്ല. ആ പണി കൂടി പൂർത്തിയായതിനു ശേഷമാണ് മേൽപ്പാലത്തിന്റെ നിർമ്മാണം തുടങ്ങാൻ കഴിയുക. ഞങ്ങൾ പുതിയ സർക്കാരിനോട് ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത്, ഈ സർക്കാർ വന്നിട്ട് 2 മാസമായി. ഈ സർക്കാർ കഴിഞ്ഞ 2 മാസക്കാലം കൊണ്ട് ഈ മേൽപ്പാലത്തിന്റെ കാര്യത്തിൽ ഒരടി പോലും മുന്നോട്ട് വെച്ചിട്ടില്ല. ഒരടി പോലും മുന്നോട്ട് വെച്ചിട്ടില്ല. ഈ തവണത്തെ ബജറ്റിൽ ഈ മേൽപ്പാലത്തിന് വേണ്ടിയിട്ട് ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല. ഇത്രയും ഗൗരവമേറിയിട്ടുള്ള ഒരു പദ്ധതി, ഇത്രയും സുപ്രധാനമായിട്ടുള്ള ഒരു പദ്ധതി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തൊട്ട് കടക്കൂട്ടം വരെയുള്ള സുപ്രധാനമായിട്ടുള്ള നിരവധി സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളുടെ മുഴുവൻ തന്നെ ബന്ധപ്പെടാനുള്ള മാർഗം, അങ്ങനെയുള്ള വഴിയായിട്ടുള്ള ഈ ശ്രീകാര്യം മേൽപ്പാലം, ആ മേൽപ്പാലത്തിന് വേണ്ടിയിട്ട് ഈ ബജറ്റിൽ ശ്രീമാൻ വി.ഡി. സതീശന്റെ ബജറ്റിൽ ഒരു പരാമർശവുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഭരണകക്ഷിയുടെ ഒരു ധർണ കണ്ടു. ഭരണകക്ഷിക്കാർ ഇവിടെ ധർണ നടത്തുന്നു. ഭരണകക്ഷിക്കാർ എന്തിനാ ധർണ നടത്തിയെന്ന് എനിക്കറിയില്ല. മേൽപ്പാലം നിർമ്മാണം വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് സ്വീകാര്യത്തെ ധർണയിരുന്ന് സ്വീകാര്യത്തെ ജനങ്ങളോട് പ്രസംഗിക്കുന്നതിന് പകരം ഈ മണ്ഡലത്തിലെ ധർണയിരുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ നേരെ പോകേണ്ടിയിരുന്നത് ക്ലിഫ് ഹൗസിലേക്കാണ്. മുഖ്യമന്ത്രിയുടെ വസതിയിൽ ചെന്ന് അദ്ദേഹത്തോടാണ് ആവശ്യപ്പെടേണ്ടിയിരുന്നത് ഈ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അടിയന്തരമായിട്ടുള്ള നടപടികൾ എടുക്കണം. അതല്ല, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെങ്കിൽ ഞങ്ങള് സ്വീകാര്യത്ത് മേൽപ്പാലം വേണം എന്നുള്ള ആവശ്യത്തിന് അനുകൂലമാണ് എന്ന് ജനങ്ങളെ ധരിപ്പിക്കാനാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ 17 മാസക്കാലം നടത്തിയ അതേ കബളിപ്പിക്കൽ രാഷ്ട്രീയം, ആ കബളിപ്പിക്കൽ രാഷ്ട്രീയം തന്നെയാണ് കോൺഗ്രസ്സുകാര് ഇപ്പോ ഈ മണ്ഡലത്തില് ഈ പ്രദേശത്ത് ധർണ നടത്തിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കബളിപ്പിക്കൽ രാഷ്ട്രീയമല്ല വേണ്ടത്. പകരം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥതയോടുകൂടിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഉണ്ടാകേണ്ടത്. ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് സുഗമമായിട്ട് സഞ്ചാരം നടത്താൻ കഴിയുന്ന വിധത്തിൽ അങ്ങനെയുള്ള ഒരു ഗതാഗത സൗകര്യം, ആ ഗതാഗത സൗകര്യമാണ് ഈ ശ്രീകാര്യത്ത് ഉണ്ടാകേണ്ടത്. കടക്കൂട്ടത്തിനോടുള്ള അവഗണനയെ കുറിച്ച് പറയുമ്പോൾ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഓരോ ദിവസവും എന്നെ ഫോൺ ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ ദുരിതത്തെക്കുറിച്ച് പറയാതെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ സാധ്യമല്ല. ഓരോ ദിവസവും ഒരു ദിവസം പോലും കുടിവെള്ളം കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി കിട്ടിയിട്ടില്ലാത്ത, ടെലിഫോൺ വഴി ബന്ധപ്പെട്ടുകൊണ്ട് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണം ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളില്ലാത്ത ഒരു ദിവസം പോലും കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് കടന്നു പോയിട്ടില്ല. ഇന്ന് രാവിലെയും അതിരാവിലെ ഒരു സഹോദരി, ആ സഹോദരി ഫോൺ ചെയ്ത് ഞങ്ങൾക്ക് 2 മാസമായിട്ട് കുടിവെള്ളം കിട്ടിയിട്ടില്ല. നമ്മുടെ കല്ലിക്കൽ പ്രദേശത്തുള്ള ഒരു സഹോദരിയാണ് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞത് 2 മാസമായിട്ട് കുടിവെള്ളം കിട്ടിയിട്ടില്ല. പല സ്ഥലത്തും പോയപ്പോ ആഴ്ചകളോളം കുടിവെള്ളം കിട്ടാത്ത സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് നിയമസഭയിൽ കഴക്കൂട്ടത്തെ കുടിവെള്ള പ്രശ്നം ഉന്നയിക്കാൻ ബഹുമാന്യനായിട്ടുള്ള സ്പീക്കർ എനിക്ക് അനുവാദം തന്നത്. കഴക്കൂട്ടത്തെ കുടിവെള്ള പ്രശ്നം, ആ കുടിവെള്ള പ്രശ്നം കേവലം കുടിവെള്ളത്തിന് വേണ്ടി മാത്രമുള്ള ആവശ്യമല്ല, ഈ കഴക്കൂട്ടം പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കഴക്കൂട്ടം പ്രദേശത്തെ വ്യാപാരികളാണെങ്കിലും വ്യവസായികളാണെങ്കിലും ഹോട്ടൽ ഉടമകളാണെങ്കിലും ഓട്ടോറിക്ഷക്കാരാണെങ്കിലും ടാക്സിക്കാരാണെങ്കിലും
ചുമട്ട് തൊഴിലാളികളാണെങ്കിലും അങ്ങനെയുള്ള നിരവധി ആളുകൾ അവരൊക്കെ ആശ്രയിക്കുന്നത് ടെക്നോ പാർക്ക് എന്ന് പറയുന്ന 100,000-ഓളം ആളുകൾ ജോലി ചെയ്യുന്ന പ്രദേശത്തെ അവിടുത്തെ ജീവനക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം കടക്കൂട്ടത്തെ ടെക്നോ പാർക്കിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ അതിന്റെ തലവനായിട്ടുള്ള വ്യക്തി എന്നെ കാണാൻ വന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങള് ഈ ടെക്നോ പാർക്ക് ഉപേക്ഷിച്ചു പോകുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ 3000-ഓളം ആളുകൾ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒരു വർഷം 1 കോടി രൂപ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട്, ടാങ്കർ വെള്ളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ നൽകേണ്ടി വരുന്നു. സർക്കാർ ഞങ്ങൾക്ക് തരേണ്ടതാണ് ആ വെള്ളം. സർക്കാർ വെള്ളം തരുന്നതിന് പകരം ഞങ്ങൾ കുടിവെള്ളം സ്വകാര്യ ടാങ്കറുകൾ വിളിച്ച് ആ സ്വകാര്യ ടാങ്കറുകളിലൂടെ ഞങ്ങളുടെ കമ്പനിയിലെ ജീവനക്കാർക്ക് ടെക്നോ പാർക്കിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? തമിഴ്നാട്ടിൽ നിന്ന് പലരും ക്ഷണിക്കുന്നുണ്ട്. കോയമ്പത്തൂരിൽ ഇതിനേക്കാൾ ചെലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് സ്ഥാപനം നടത്താം. ഹൈദരാബാദിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അവിടെ തെലങ്കാനയിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ ചെലവ് കുറഞ്ഞ രീതിയിൽ സ്ഥാപനം നടത്താം. എല്ലാ കമ്പനികളും ആഗ്രഹിക്കുന്നത് കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട സേവനം നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് കുറഞ്ഞ ചെലവിൽ സ്ഥാപനം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കാർക്കും വലിയ നിർബന്ധമൊന്നുമില്ല നമ്മുടെ കടക്കൂട്ടത്തെ ടെക്നോ പാർക്കിൽ തന്നെ ഈ സ്ഥാപനം നടക്കണം എന്നുള്ളത്. അങ്ങനെ വന്നാൽ കടക്കൂട്ടത്തു നിന്നുള്ള ഒരു കൊഴിഞ്ഞുപോക്ക്, കടക്കൂട്ടത്തു നിന്ന് നിരവധി സ്ഥാപനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറി സ്ഥാപനങ്ങൾ തുടങ്ങുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം ഉണ്ടായാൽ അത് കേവലം കടക്കൂട്ടത്തെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നവരെ മാത്രമല്ല ബാധിക്കുക, അവർ വന്ന് ആഹാരം കഴിക്കുന്ന ഇവിടുത്തെ ഹോട്ടലുകൾ അവിടെ ബാധിക്കും. അവരെ വന്ന് ഇവിടെ വസ്ത്രങ്ങൾ എടുക്കുന്ന ആ വസ്ത്ര കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങൾ അവരെ ബാധിക്കും. അവർ വന്ന് സ്റ്റേഷനറി വാങ്ങുന്ന സ്ഥാപനങ്ങൾ ബാധിക്കും. പലചരക്ക് കച്ചവടം നടക്കുന്ന നമ്മുടെ ഈ കടക്കൂട്ടത്തും പരിസരത്തുമുള്ള നിരവധി കച്ചവടക്കാരെ ബാധിക്കും. ഈ നാട്ടിലെ ഓട്ടോറിക്ഷക്കാരെയും ചുമട്ട് തൊഴിലാളികളെയും സാധാരണക്കാരായിട്ടുള്ള നിർമ്മാണ തൊഴിലാളികൾ തുടങ്ങിയിട്ടുള്ള മുഴുവൻ ആളുകളും. കാരണം ഈ കടക്കൂട്ടം മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഫ്ലാറ്റുകൾ, ആ ഫ്ലാറ്റുകൾ നിർമ്മിക്കപ്പെടുന്നത് കടക്കൂട്ടം മണ്ഡലത്തിലാണ്. അവിടെ ഉയർന്നു വരുന്ന ഫ്ലാറ്റുകളിൽ അവിടെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവിടെ ഫ്ലാറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ ജോലികൾ ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരൊക്കെ കടക്കൂട്ടം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രദേശത്തെ സമ്പദ്ഘടന, ആ സമ്പദ്ഘടന എത്രമാത്രം തകർന്നടിയും എന്നുള്ള കാര്യത്തിൽ സർക്കാർ ആലോചിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിയമസഭയിൽ അവതരിപ്പിച്ചു. ബഹുമാനനായിട്ടുള്ള മന്ത്രി, ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം, കടക്കൂട്ടത്തെ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള ക്ഷാമമുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അദ്ദേഹം സമ്മതിച്ചു. പക്ഷെ ബഹുമാനത്തിലുള്ള മന്ത്രിയോട് എനിക്കൊരു അപേക്ഷയുള്ളത്, താങ്കളത് സമ്മതിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടത് താങ്കളുടെ സമ്മതപത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടത് കുടിക്കാനുള്ള വെള്ളമാണ്. ആ കുടിക്കാനുള്ള വെള്ളം എല്ലാ പ്രദേശങ്ങളിലും ഇപ്പൊ ആഴ്ചയിൽ 2 ദിവസമാണ് കുടിക്കാനുള്ള വെള്ളം പമ്പ് ചെയ്യുന്നത്. പുതുകുന്നിലെ പമ്പിംഗ് സ്റ്റേഷൻ കഴിഞ്ഞ ദിവസം ആ പമ്പിംഗ് സ്റ്റേഷനിലെ പമ്പ് തകരാറിലായി. ആ പമ്പ് തകരാറിലായപ്പോ അവിടുത്തെ നമ്മുടെ കൗൺസിലർമാർ, നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് സുനിലും ദീപുരാജും അർച്ചന മണികണ്ഠനും പ്രദീപ് കുമാറും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഞങ്ങളൊക്കെ അവിടെ ചെന്നു. ഞങ്ങൾ ചോദിച്ചു, എന്താ ഈ പമ്പിന്റെ പ്രശ്നം? ഈ പമ്പ് നന്നാക്കാൻ എത്ര സമയമെടുക്കും? എവിടെ നിന്നാ പമ്പ് നന്നാക്കാനുള്ള ആള് വരേണ്ടത്? അപ്പൊ അവിടുത്തെ ആൾക്കാർ പറഞ്ഞു, പമ്പ് നന്നാക്കാനുള്ള ആള് വരേണ്ടത് ഡൽഹിയിൽ നിന്നാണ്. 2500 കിലോമീറ്റർ ഡൽഹിയിൽ നിന്നാണ് പുതുകുന്നിലെ പമ്പ് നന്നാക്കാനുള്ള ആള് വരേണ്ടത് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾ പമ്പ് നന്നാക്കാൻ അറിയുന്ന ആളുകളുണ്ട്. അവരെയൊന്നും വിളിക്കാതെ
ഡൽഹിയിൽ നിന്ന് പമ്പ് നന്നാക്കാനുള്ള ആള് വരണം. ഞാൻ ചോദിച്ചു, അവരെങ്ങനെയാ വരിക? അവർ തീവണ്ടിയിൽ വരും. തീവണ്ടിയിൽ ടിക്കറ്റ് കിട്ടുമെന്ന് എന്ത് ഉറപ്പുണ്ട്? അല്ല, അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? പുതുകുന്നിലെ പമ്പിംഗ് സ്റ്റേഷനിലെ ആ പമ്പിംഗ് സ്റ്റേഷനിൽ അവിടെ പമ്പ് സ്ഥാപിച്ച കമ്പനി, ആ കമ്പനി അതിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ആളുകളുടെ സംവിധാനം നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്താൻ ഈ പമ്പിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ച ഘട്ടത്തിൽ, അതും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ്, 2025 ഡിസംബർ മാസത്തിലാണ്, 2024 ഡിസംബർ മാസത്തിൽ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുൻ ജനപ്രതിനിധിയുടെ കാലത്ത്, അദ്ദേഹത്തിന്റെ കാലത്താണ് അവിടെ പമ്പ് സ്ഥാപിച്ചത്. പക്ഷെ ആ പമ്പ് സ്ഥാപിച്ച് 2025 ജൂലൈ മാസത്തിൽ അത് പ്രവർത്തനം ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ പ്രവർത്തനം ആരംഭിച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ പ്രവർത്തനം നിർത്തി. സെപ്റ്റംബർ മാസത്തിൽ ആദ്യമായിട്ട് ആ പമ്പ് തകരാറിലായി. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ 4 തവണ ആ പമ്പ് തകരാറിലായി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കുടിവെള്ളക്ഷാമത്തിന് കാരണം വെള്ളമില്ലാത്തത് മാത്രമല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സ്ഥാപിച്ച ഈ പ്രവർത്തിക്കുന്ന ഒരു പമ്പ് സ്ഥാപിക്കാൻ പോലും താല്പര്യമില്ലാത്ത ആളുകളാണ് ഈ കേരളം ഭരിച്ചത് എന്നല്ലേ അത് വ്യക്തമാക്കുന്നത്? ഈ തരത്തിലുള്ള ഒരു സാഹചര്യം, ഈ സാഹചര്യത്തിലാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ പുതിയ സർക്കാരിനോട് കഴിഞ്ഞ സർക്കാർ കാണിച്ച കബളിപ്പിക്കലിന്റെ രാഷ്ട്രീയം, ആ കബളിപ്പിക്കലിന്റെ രാഷ്ട്രീയം അവസാനിപ്പിച്ചുകൊണ്ട് ശ്രീകാര്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ശ്രീകാര്യത്തെ മേൽപ്പാലം അടിയന്തരമായിട്ട് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, ആ നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ, ഞാൻ അതേ വാക്ക് ബോധപൂർവം ഉപയോഗിക്കുകയാണ്, യുദ്ധകാലാടിസ്ഥാനത്തിൽ 18 മാസം, ഇനിയും 18 മാസം എന്നുള്ള പ്രഖ്യാപനം, ആ പ്രഖ്യാപനമല്ല വേണ്ടത്. പകരം അടിയന്തരമായിട്ട് ശ്രീകാര്യത്തെ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പക്ഷെ ഞങ്ങളിത് ആവശ്യപ്പെടുമ്പോൾ എനിക്കറിയില്ല ഞങ്ങളുടെ ആവശ്യം കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന്. കാരണം ആ ആവശ്യം ബധിരകർണങ്ങളിലാണോ ചെന്ന് പതിക്കുക എന്നെനിക്ക് ബലമായിട്ട് സംശയമുണ്ട്. കാരണം ഇതൊക്കെ കേൾക്കേണ്ട ആള് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി കഴിഞ്ഞ 2 മാസക്കാലം അദ്ദേഹം ധാരാളം പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. ഒരു വലിയ വ്യത്യാസമുണ്ട്. എന്താ? നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആരെയും കണ്ടാ ചിരിക്കാത്തൊരു മുഖ്യമന്ത്രി. പുതിയ മുഖ്യമന്ത്രി ചിരി വേണ്ടുവോളം തരുന്നുണ്ട്. ചിരിയുടെ കാര്യത്തിൽ ഒരു കുറവില്ല. ചിരിക്കാത്ത മുഖ്യമന്ത്രിയാണ് പുതിയ മുഖ്യമന്ത്രി എന്നാരും പരാതി പറയില്ല. പക്ഷെ ചിരി കൊണ്ട് വയറ് നിറയില്ല, ചിരി കൊണ്ട് ദാഹം മാറില്ല, ചിരി കൊണ്ട് നമുക്ക് യാത്ര സുഗമമാവുന്നില്ല. മുഖ്യമന്ത്രി ധാരാളം പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ആ പ്രഖ്യാപനങ്ങൾക്ക് എത്ര ആയുസ്സുണ്ട് എന്ന് പോലും അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു, കേരളത്തിൽ 10,000 കോടി രൂപ ടാറ്റ നിക്ഷേപിക്കാൻ പോകുന്നു. ടാറ്റ കമ്പനി കേരളത്തിൽ 10,000 കോടി നിക്ഷേപിച്ചുകൊണ്ട് കപ്പൽശാല നിർമ്മിക്കാൻ പോകുന്നു. ടാറ്റക്കാർ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനൊരു പ്രഖ്യാപനം വന്നപ്പോൾ ടാറ്റക്കാർ പറഞ്ഞു, അടുത്ത ദിവസം തന്നെ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെയുള്ള ഒരു കാര്യവും ആലോചിച്ചിട്ടില്ല. ഇപ്പൊ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി മന്ത്രി അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. എന്നിട്ടൊരു ഫോട്ടോ കാണിച്ചു. ആ ഫോട്ടോ പുറത്തുവിട്ടു മാധ്യമങ്ങളോട്. ചർച്ച നടത്തിയതിന്റെ അർത്ഥം 10,000 കോടി അങ്ങനെ അങ്ങ് ചെലവഴിക്കാം, നിക്ഷേപിക്കാം എന്നാണോ അതിന്റെ അർത്ഥം? 10,000 കോടി നിക്ഷേപിക്കണമെങ്കിൽ, ഒരു മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ഒരു കാര്യം പ്രഖ്യാപിക്കണമെങ്കിൽ 10,000 കോടി നിക്ഷേപിക്കണം എന്നുള്ള അഭ്യർത്ഥന നടത്തിയാൽ മാത്രം പോരാ. 10,000 കോടി നിക്ഷേപിക്കാനുള്ള വിശദമായിട്ടുള്ള രൂപരേഖ
അതിനു വേണ്ടിയിട്ടുള്ള ധാരണാപത്രം, ആ ധാരണാപത്രം കരട് രൂപത്തിലെങ്കിലും തയ്യാറാവണ്ടേ? അത് കരട് രൂപത്തിൽ പോലും തയ്യാറാവാത്ത ഒരു ധാരണാപത്രം, നിലവിലില്ലാത്ത ഒരു ധാരണാപത്രം, ഒരു ചർച്ച പോലും നടന്നിട്ടില്ലാത്ത ധാരണാപത്രം, ഒരു കപ്പൽശാലയുമില്ല. ഇപ്പോ ഇന്നലെ ചില മാധ്യമങ്ങളിൽ കണ്ടു, കൊച്ചിയിലോ മറ്റോ ഒരു ബോട്ട് ഉണ്ടാക്കാൻ, തോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, അതിനു വേണ്ടിയിട്ട് ആരോ പണിയെടുക്കുന്നു. അതിന്റെ പേരിലാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമെന്ന്. സ്വപ്ന ലോകത്തെ രാജകുമാരനായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹം നിലപാടുകളുടെ രാജകുമാരനാണെന്നാണ് ഇത്രയും കാലം കോൺഗ്രസ്സുകാർ പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം സ്വപ്ന ലോകത്തെ രാജകുമാരനായിട്ട് മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്ന ധാരാളം സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് പറയുക. നമ്മളൊക്കെ രാത്രിയാണ് സ്വപ്നം കാണുന്നത്, അദ്ദേഹം പകലും സ്വപ്നം കാണും. അപ്പൊ പകലും സ്വപ്നം കാണുന്നത് കൊണ്ട് ഈ കാണുന്ന സ്വപ്നങ്ങളൊക്കെ നാട്ടുകാരോട് പറയുന്നു. ഇതൊന്നും യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുമില്ലാതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളിത് ആവശ്യപ്പെടുമ്പോൾ ഇത് എത്രമാത്രം പ്രാവർത്തികമാക്കാൻ സാധിക്കും. ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് ഡൽഹിയിലുള്ള ചില മാധ്യമ പ്രവർത്തകർ പറഞ്ഞത് മുഖ്യമന്ത്രി നാളെ ഇങ്ങോട്ടേക്ക് വരികയാണെന്നാണ്, അടുത്ത KPCC പ്രസിഡന്റിനെ തീരുമാനിക്കാൻ വേണ്ടി. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ എത്ര ദിവസം എടുത്തു എന്ന് നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നത് മെയ് മാസം 4-ാം തീയതിയാണ്. മുഖ്യമന്ത്രി തീരുമാനിച്ചത് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഇത്രയും സമയമെടുക്കുമെങ്കിൽ KPCC പ്രസിഡന്റായിട്ട് സ്വന്തം ഗ്രൂപ്പിൽപ്പെടുന്ന ഒരാളെ തീരുമാനിപ്പിച്ചിട്ടേ മുഖ്യമന്ത്രി തിരിച്ചു വരുള്ളൂ എങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ കാര്യം എന്താവും എന്നുള്ള വലിയ ചോദ്യം, ആ ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിനിടയിൽ കേരളത്തിന്റെ അവസ്ഥ എന്താണെങ്കിലും ശരി, നമ്മുടെ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഏറ്റവും ഒടുവിൽ അറിയാനുള്ള വഴിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ PSC പരീക്ഷ. പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളത്തിൽ നടത്തുന്ന പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പരീക്ഷ എഴുതുന്ന ഒരു പരീക്ഷയാണ് PSCയുടെ വിവിധ വകുപ്പുകളിൽ ലോവർ ഡിവിഷൻ ക്ലർക്കുമാരായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ പരീക്ഷ. ഞാനും കോളേജിൽ പഠിക്കുന്ന കാലത്ത് പരീക്ഷ എഴുതിയിട്ടുണ്ട്. PSC പരീക്ഷ, LD ക്ലർക്ക് ആകാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷ. അന്നെനിക്ക് LD ക്ലർക്ക് ആകാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടി. അത് പിന്നെ ഞാൻ വിട്ടു, അത് വേറെ, ഞാൻ അതിലേക്കല്ല വിഷയം. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ പരീക്ഷ എഴുതുന്ന ഒരു പരീക്ഷയാണ് PSCയുടെ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ള LD ക്ലർക്കുമാരെ നിയമിക്കാനുള്ള പരീക്ഷ. ആ പരീക്ഷ റദ്ദാക്കേണ്ടി വന്നു. പരീക്ഷ റദ്ദാക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? ചോദ്യപേപ്പർ ചോർന്നുപോയി. ഈ ചോദ്യപേപ്പർ ചോരുന്നതിന്റെ തലേന്ന് നമ്മുടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഡെഹ്റാഡൂണിലെ വിദ്യാർത്ഥികളോട് സംവദിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാർത്ഥികളോടുള്ള നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര സർക്കാരിൽ എന്താ സംഭവിച്ചത്? നീറ്റ് പരീക്ഷയിൽ പ്രശ്നങ്ങളുണ്ടായി. നീറ്റ് പരീക്ഷ കഴിഞ്ഞ 10 വർഷത്തിലേറെ കാലമായിട്ട്, 15 വർഷമായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പരീക്ഷയാണ്. പണ്ടത്തെ നമ്മുടെ നാട്ടിൽ എഞ്ചിനീയറിംഗും മെഡിസിനും ഒക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അതത് സംസ്ഥാനങ്ങളിൽ പരീക്ഷ നടക്കുമായിരുന്നു. അതത് സംസ്ഥാനങ്ങളിൽ അതിനു മുൻപ് SSLCക്കും പ്രീ ഡിഗ്രിക്കും കിട്ടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് എഞ്ചിനീയറിംഗിനും മെഡിസിനും ഒക്കെ അഡ്മിഷൻ കൊടുത്തിരുന്നത്. പിന്നീടത് പൊതുപരീക്ഷയുടെ, പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലായി. പക്ഷെ പല സ്ഥലങ്ങളിലും പ്രവേശന പരീക്ഷയിൽ ക്രമക്കേടുകൾ ഉണ്ടായി. അതിനെ തുടർന്ന് 2012 സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിച്ചു. സുപ്രീം കോടതി പറഞ്ഞു, കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ ഒരു പൊതുപരീക്ഷ നടത്തണം. രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിലെയും കുട്ടികൾ
അവർക്കെല്ലാവർക്കും എഴുതാൻ കഴിയുന്ന വിധത്തിലുള്ള പരീക്ഷ. മൻമോഹൻ സിംഗിന്റെ സർക്കാരിന്റെ കാലത്താണ് അത് നടന്നത്. ആദ്യമായിട്ട് പരീക്ഷ നടത്തിയപ്പോൾ ആ വർഷത്തെ പരീക്ഷയുടെ ക്രമക്കേട് കാരണം സുപ്രീം കോടതി തന്നെ പരീക്ഷ റദ്ദാക്കി. അങ്ങനെ സ്വന്തമായിട്ട് ആദ്യമായിട്ട് അവതരിപ്പിച്ച പരീക്ഷ കൃത്യമായിട്ട് നടത്താൻ കഴിയാത്ത കോൺഗ്രസുകാര് ഇപ്പോ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഫലപ്രദമായിട്ട് പരീക്ഷ നടത്തുന്ന നരേന്ദ്രമോദി സർക്കാർ ഈ തവണത്തെ പരീക്ഷയിൽ ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചയുടെ പേരിൽ സർക്കാരിനെതിരായിട്ട് വലിയ ആരോപണവുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുക. രാഹുൽ ഗാന്ധി ബാംഗ്ലൂർ വന്നിട്ട് അതിനെതിരായിട്ട് വലിയ റാലി നടത്തിയത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നീറ്റ് പരീക്ഷ റദ്ദാക്കി പുനഃപരീക്ഷ നടത്തിയ ദിവസം രാഹുൽ ഗാന്ധി തീരുമാനിച്ചു, കുട്ടികൾ പരീക്ഷ എഴുതുന്നതോ ഇല്ലയോ എന്നുള്ളതല്ല എന്റെ വിഷയം റാലി നടത്തുക എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി റാലി നടത്തിയതിന്റെ ഫലമായിട്ട് പുനഃപരീക്ഷയ്ക്ക് പോകേണ്ടിയിരുന്ന കുട്ടികളിൽ നിരവധി പേർക്ക് ആ ഗതാഗത കുരുക്കൽ പരീക്ഷയിൽ പോകാൻ പറ്റിയില്ല. പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി എന്താ ചെയ്തത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം വിദേശ യാത്രയിലായിരുന്നു. വിദേശത്ത് നിന്ന് അദ്ദേഹം തിരിച്ച് ഡൽഹിയിലെത്തി. ഡൽഹിയിൽ വിമാനത്താവളത്തിലെത്തിയിട്ട് 1.5 മണിക്കൂർ നേരം അദ്ദേഹം വിമാനത്താവളത്തിൽ കാത്തിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിമാനത്താവളത്തിൽ നിന്ന് എന്റെ ഔദ്യോഗിക വസതിയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഗതാഗത ക്രമീകരണം നടത്തുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ നീറ്റ് പുനഃപരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് തടസ്സം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല. ഞാൻ എൻ്റെ എയർപോർട്ടിൽ തന്നെ ഇരുന്നിട്ട് എൻ്റെ ജോലികൾ ചെയ്തു കൊള്ളാം. 1.5 മണിക്കൂർ നേരം പ്രധാനമന്ത്രി എയർപോർട്ടിൽ തന്നെ കാത്തിരുന്ന് നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായിട്ട് പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്ന് ഉറപ്പുവരുത്തുമ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രതിഷേധ റാലി നടത്തി ഈ നാട്ടിലെ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള സാഹചര്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ആ സമീപനം സ്വീകരിച്ചതും നമ്മൾ കണ്ടു. ഇന്ന് ഡൽഹിയിൽ പാർലമെന്റിന്റെ ആദ്യ ദിവസമാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം. സുപ്രധാനമായിട്ടുള്ള നിരവധി ആ നിയമങ്ങൾ പാസാക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മേളനമാണ്. ഏതാണ്ട് 20-25 ദിവസം ഇന്ന് തുടങ്ങി ഓഗസ്റ്റ് മാസം 13-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന വർഷകാല സമ്മേളനം. ഈ വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം ഒരുപക്ഷെ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട്, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പാർലമെന്റ് ഗേറ്റിന് പുറത്ത് സുരക്ഷാ ഭടന്മാർക്ക് ഗ്രനേഡ് പൊട്ടിച്ച് പ്രതിഷേധക്കാരായിട്ട് അഭിനയിച്ചു വന്നിട്ടുള്ള ആളുകളെ പിരിച്ചുവിടേണ്ടി വന്ന ഒരു സാഹചര്യം. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ ക്യാബിനറ്റ് അംഗങ്ങൾ മുഴുവൻ പാർലമെന്റിനകത്തിരുന്നപ്പോ അക്രമാസക്തമായിട്ട് പാർലമെന്റിലേക്ക് ആക്രമിക്കാൻ വേണ്ടിയിട്ട് വന്ന ആളുകളെ പിരിച്ചുവിടാൻ അതിനു വേണ്ടിയിട്ട് ഗ്രനേഡ് പൊട്ടിക്കേണ്ടി വന്ന സാഹചര്യം, വെടിവെച്ച സാഹചര്യം പണ്ടുണ്ടായിട്ടുണ്ട്. ഗോവധം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് അന്ന് സന്യാസിമാര് സമരം ചെയ്തപ്പോ ആ സന്യാസിമാർക്കെതിരായിട്ട് വെടിയുതിർത്ത പാരമ്പര്യമുള്ള ആളുകളാണ് കോൺഗ്രസ്സുകാര്. പക്ഷെ അതിനുശേഷം ഇന്ന് വരെ ഇന്ത്യൻ പാർലമെന്റിന്റെ മുന്നിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടായിട്ടില്ല. ഇന്ന് അതിനും ഡൽഹി സാക്ഷ്യം വഹിച്ചു. ഏതാണ്ട് 1.5 മണിക്കൂർ 2-2.5 മണിക്കൂർ 11 മണി തൊട്ട് 1-1.5 മണി വരെ പാർലമെന്റിന് പുറത്ത് സംഘർഷഭരിതമായിട്ടുള്ള ഒരു സാഹചര്യം. ആ സാഹചര്യമായിരുന്നു എന്നാണ് അവിടെ ഡൽഹിയിൽ നിന്നുള്ള ചില ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയത്. കോൺഗ്രസ്സുകാർ പറയുന്നത് അത് കോക്രോച്ച് ജനതാ പാർട്ടിയാണ്, ഞങ്ങളല്ല. ആരായി പാർട്ടിയുടെ പിന്നിലുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പാർട്ടിക്കൊറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നമുക്കറിയാം. പാർട്ടിയെ പറഞ്ഞു വിടുന്ന ആളുകൾ, പാർട്ടിക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്ന ആളുകൾ, ഈ പാർട്ടിയെ കൊണ്ട്
നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാം. കാരണം എന്ന് കരുതിയിട്ടാണ് ഇപ്പൊ പുതിയ തന്ത്രവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. കോൺഗ്രസുകാർ ഇത്രയും കാലം പല സമരങ്ങൾ നടത്തി. CAക്കെതിരായിട്ട് സമരം ചെയ്തു. പൗരത്വ നിയമം 370-ാം വകുപ്പ് പിൻവലിച്ചപ്പോ അതിനെതിരായിട്ട് സമരം ചെയ്തു. കാർഷിക നിയമങ്ങൾ അവതരിപ്പിച്ചപ്പോ അതിനെതിരായിട്ട് സമരം ചെയ്തു. മുസ്ലിം സ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കുന്ന തരത്തിൽ മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിഷ്കാരങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടുള്ള നിയമം കൊണ്ടുവന്നപ്പോ അതിനെതിരായിട്ട് സമരം ചെയ്തു. രാജ്യത്തെ ജനങ്ങളെ ഏതൊക്കെ തരത്തിൽ ഇളക്കി വിട്ടുകൊണ്ട് അക്രമം അഴിച്ചുവിടാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് കഴിഞ്ഞ 12 വർഷക്കാലമായിട്ട് നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് തോന്നിയത് നമുക്ക് വിദ്യാർത്ഥികളെയൊക്കെ ഇളക്കി വിട്ടുകൊണ്ട് സർക്കാരിനെതിരായിട്ട് അക്രമം അഴിച്ചു വിട്ടുകൊണ്ട് സർക്കാരിനെ താഴെ വീഴ്ത്താം. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു, ഈ സർക്കാർ ഒരു കൊല്ലത്തിനകം താഴെ വീഴും. ഇന്ത്യൻ പാർലമെന്റിൽ വലിയ ഭൂരിപക്ഷമുള്ള ഇന്ത്യൻ പാർലമെന്റിൽ 293 അംഗങ്ങളുടെ 540-ൽ 293 അംഗങ്ങളുടെ പിന്തുണയുള്ള ഒരു സർക്കാർ, ആ സർക്കാർ പാർലമെന്റിൽ പരാജയപ്പെടില്ല എന്നുള്ളത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ അർത്ഥം എന്താ? രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾ ഈ നാട്ടിൽ മുഴുവൻ അക്രമം അഴിച്ചുവിടാൻ പോവുകയാണ്, ഞങ്ങൾ ഈ നാട്ടിൽ മുഴുവൻ കലാപത്തിന് തിരികൊളുത്താൻ പോവുകയാണ്. അങ്ങനെ കലാപം നേരിടാൻ കഴിയാതെ സർക്കാരിന് ഭരണം വിട്ടൊഴിഞ്ഞു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇന്ത്യൻ ജനാധിപത്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണിത്. അങ്ങനെയുള്ള പ്രസ്താവനകൾ അത് കേവലം പ്രസ്താവനകളല്ല എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഇന്ന് പാർലമെന്റിന് പുറത്തിറങ്ങിയേറിയിട്ടുള്ള അക്രമ സംഭവങ്ങൾ. കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുന്നത് ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധമില്ല. ശരിയാണ്, അവർ പരസ്യമായിട്ട് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. പരസ്യമായിട്ട് സമരത്തിൽ പങ്കെടുക്കാതെ സമരത്തിന് വേണ്ടി ഇറങ്ങുന്ന ആളുകളെ മുഴുവൻ ഇളക്കിവിടാൻ, വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കാൻ, നീറ്റ് പരീക്ഷ റദ്ദായി പകരം നീറ്റ് പുനഃപരീക്ഷ കഴിഞ്ഞു, അത് വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ആർക്കും പരാതിയില്ലാത്ത രീതിയിൽ കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ, മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള പ്രവേശന പരീക്ഷ നടത്തുന്ന മുഴുവൻ സ്ഥലങ്ങളിലും പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ, ആ നടപടികൾ സുഗമമായിട്ട് പുരോഗമിക്കുന്നു. ഇപ്പോഴും വിദ്യാർത്ഥികളെ ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അവർക്കെതിരായിട്ട് അവരുടെ ഇടയിൽ ഭയത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് സർക്കാരിനെതിരായിട്ട് കലാപത്തിന് ആഹ്വാനം നടക്കുന്ന ഒരു സ്ഥിതി, അതാണ് ഇപ്പോൾ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഈ രാജ്യം മുഴുവൻ, ഈ രാജ്യം, ഇന്ത്യ, ലോക രാഷ്ട്രങ്ങളുടെയിൽ ഇന്ന് ലോകത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്ന തരത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും വേഗതയോടുകൂടിയിട്ട് സാമ്പത്തിക വളർച്ച കൈവരിക്കുന്ന രാജ്യം, 7% സാമ്പത്തിക വളർച്ച കൈവരിക്കുന്ന രാജ്യം. 7% സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ അതിന്റെ സൂചനയാണ് നമ്മുടെ ദേശീയപാത. വർഷങ്ങളോളം ഭൂമി ഏറ്റെടുത്ത് ആ ഭൂമി ഒരു പണിയുമെടുക്കാതെ വെറുതെ ഇട്ടിരുന്ന സ്ഥലത്ത് നരേന്ദ്രമോദി വന്നപ്പോ കഴക്കൂട്ടത്ത് നിന്ന് വളരെ മനോഹരമായിട്ടുള്ളൊരു മേൽപ്പാലം അവിടെ ഉണ്ടായി. കഴക്കൂട്ടം, ആ പ്രദേശം മുഴുവൻ വികസനത്തിന്റെ കുതിപ്പിലാണിപ്പോ. റെയിൽ ഗതാഗതം തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വരെ പോകണമെങ്കിൽ രാത്രി മുഴുവൻ തീവണ്ടിയിൽ ഇരുന്ന് അടുത്ത ദിവസം രാവിലെ എത്തുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഒരു പകല് മുഴുവൻ രാവിലെ തിരുവനന്തപുരത്ത് കയറിയാൽ വൈകുന്നേരം കോഴിക്കോട് എത്തുന്ന സാഹചര്യം. ഇന്ന് വന്ദേ ഭാരതിൽ 5 മണിക്കൂർ കൊണ്ട് നമുക്ക് കോഴിക്കോട് എത്താം. രാവിലെ തിരുവനന്തപുരത്ത് യാത്ര തിരിച്ചാൽ 11 മണിക്ക് കോഴിക്കോട് ഒരു യോഗത്തിൽ, ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്ന ആളുകൾക്ക് 11 മണിക്ക് കോഴിക്കോട് എത്താം. അങ്ങനെയുള്ള വന്ദേ ഭാരത് തീവണ്ടികൾ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധി പദ്ധതികൾ, ഈ നാട്ടിലെ സാധാരണക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന പദ്ധതികൾ,
കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചു എന്ന് പറഞ്ഞ വാർത്ത കണ്ടു. എന്താ? PM രാഹത്ത്. PM രാഹത്ത് എന്ന് പറഞ്ഞാൽ റോഡ് അപകടങ്ങളിൽ പരിക്ക് പറ്റുന്ന ആളുകൾക്ക് ആദ്യത്തെ 7 ദിവസക്കാലത്തെ ചികിത്സയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ 1.5 ലക്ഷം രൂപ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന പദ്ധതിയാണ്. 1.5 ലക്ഷം രൂപ ഒരു വ്യക്തിക്ക്, 1.5 ലക്ഷം രൂപ. ആ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് 4-5 വർഷമായി. പിണറായി വിജയൻ സർക്കാർ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കില്ല, ഞങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ പണം വേണ്ട. ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതി പോലും നരേന്ദ്രമോദിയോടുള്ള രാഷ്ട്രീയ എതിർപ്പിന്റെ പേരിൽ ആ പദ്ധതി പോലും ഇല്ലാതാക്കിയ ആളുകളാണ് പിണറായി വിജയന്റെ സർക്കാർ. ഈ നാട്ടിലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന, ഈ നാട്ടിലെ കുട്ടികൾക്ക് ആധുനികമായിട്ടുള്ള മാർഗങ്ങളിലൂടെ വിദ്യാഭ്യാസം നേടാൻ കഴിയുന്ന പദ്ധതിയായിട്ടുള്ള PMC പദ്ധതി, ആ പദ്ധതി അട്ടിമറിച്ച ആളുകളാണ് പിണറായി വിജയന്റെ സർക്കാർ. ഈ സർക്കാർ അതേ പാതയിലൂടെയാണ് പോകുന്നതെങ്കിൽ ഈ സർക്കാർ പറയുന്നത് ഞങ്ങൾ കരിക്കുലത്തിൽ മാറ്റം വരുത്താൻ അനുവദിക്കില്ല, ഞങ്ങൾ കാവ്യവൽക്കരണം അനുവദിക്കില്ല. സിലബസ് മാറ്റാൻ PMC പദ്ധതിയല്ല അതിന്റെ മാർഗം. സിലബസ് മാറ്റുന്ന ആളുകൾ വേറെയാണ്. പക്ഷെ PMC പദ്ധതി സിലബസ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ തുണ്ടത്തിൽ സ്കൂളിൽ ഒരു പരിപാടിക്ക് പോയി. തുണ്ടത്തിൽ സ്കൂളിലെ അവിടുത്തെ മാനേജർ തന്നെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. അദ്ദേഹം പറഞ്ഞു PMC സ്കൂളായിട്ട് ഞങ്ങളുടെ സ്കൂൾ മാറണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. കാരണം കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകാൻ പറ്റുന്ന ഒരു സംവിധാനമായിട്ട് വർഷത്തിൽ 1 കോടി രൂപ ഒരു സ്കൂളിന് കിട്ടുന്ന പദ്ധതി. രാജ്യത്തെ 14,72,000 സ്കൂളുകളിൽ ഓരോ 100 സ്കൂളിലും ഒരു സ്കൂൾ, 14,500 സ്കൂളുകൾ PMC സ്കൂളുകളാക്കിയിട്ട് മാറ്റുന്ന പദ്ധതി. അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ സഹായം നൽകുന്ന പദ്ധതി. ആ പദ്ധതിയെ അട്ടിമറിക്കാൻ കാവ്യവൽക്കരണം എന്നുള്ള ഇല്ലാ കഥയുണ്ടാക്കിക്കൊണ്ട് പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചെങ്കിൽ ഇപ്പോൾ VD സതീശൻ സർക്കാരും അതേ പാതയിൽ അതേ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. ഞങ്ങൾ ഈ സമരം നടത്തുന്നത് 17 മാസക്കാലം ഈ കഴക്കൂട്ടത്തെ ജനങ്ങളെ പിണറായി വിജയന്റെ സർക്കാർ മേൽപ്പാലം 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 എന്ന് പറഞ്ഞ് കബളിപ്പിച്ചെങ്കിൽ VD സതീശൻ സർക്കാർ ഇതേ കബളിപ്പിക്കൽ നയം പിന്തുടരരുത്. ആ കബളിപ്പിക്കലിന്റെ തുടക്കമാണോ കോൺഗ്രസുകാർ നടത്തിയ ധർണ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള വില കുറഞ്ഞ നാടകങ്ങൾ, ആ വില കുറഞ്ഞ നാടകങ്ങൾ കൊണ്ട് കഴക്കൂട്ടത്തെ ജനങ്ങളെ, സ്വീകാര്യത്തെ ജനങ്ങളെ അധികകാലം കബളിപ്പിക്കാൻ കഴിയില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വികസനം ഉറപ്പുവരുത്താൻ, ഈ മേൽപ്പാലത്തിന്റെ പണി അടിയന്തരമായിട്ട് നടപ്പിലാക്കാൻ, കഴക്കൂട്ടത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പുവരുത്താൻ, കഴക്കൂട്ടത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ, ആ പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ VD സതീശൻ സർക്കാർ അടിയന്തരമായിട്ട് നടപടികൾ എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നടത്തുന്ന ഈ സമരം. ഈ സമരത്തിൽ പങ്കാളികളാകുന്ന ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്നെ ശ്രമിച്ച മുഴുവൻ നാട്ടുകാരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഈ ആവശ്യങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇതൊരു സായാഹ്ന ധർണയിൽ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സമരമാർഗമല്ല. ഞങ്ങൾ പല രീതിയിൽ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഈ സർക്കാരിന്റെ മുന്നിൽ ഈ ആവശ്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഇന്ന്. ആ ശ്രമങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും, എന്നെ ശ്രമിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.